ചാലക്കുടിക്ക് അടുത്തുള്ള കറുകുറ്റിയിൽ പ്രവർത്തിക്കുന്ന SCMS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അധ്യാപക ഒഴിവുകളും അനധ്യാപക ഒഴിവുകളും ധാരാളമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മികച്ച ഒരു അവസരമാണ്. ഇതിനകത്ത് ആദ്യം ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകളിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. MBA ഉള്ളവർക്ക് നെറ്റും ഒരു ടീച്ചിങ് എക്സ്പീരിയൻസും കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. PhD ഉള്ളവർക്ക് മുൻഗണനയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലും അവർക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലെല്ലാം ആയിട്ട് വേക്കൻസികൾ ഉണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകളിൽ PG അഥവാ MTechഉം നെറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. PhD ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കും എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഈ ഡെസിഗ്നേഷനുകളിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. MArch ഉള്ളവർക്ക് ആർക്കിടെക്ചറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് MArchലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സൈക്കോളജിയിൽ PGയും 3 വർഷത്തെ അധ്യാപന പരിചയവും MCAയും 5 വർഷത്തെ അധ്യാപന പരിചയവും ഉള്ളവരെയും ഒക്കെ ഈ പല ഡൊമൈനുകളിലായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ MCAക്കാർക്കും സൈക്കോളജി കഴിഞ്ഞവർക്കും ഒക്കെ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ച അവസരമാണ്. ഇതുകൂടാതെ കമ്പ്യൂട്ടർ ലാബ് ഇൻസ്ട്രക്ടേഴ്സിനെ ആവശ്യമുണ്ട്. മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, CSE ലാബുകളിലേക്കും ഒക്കെ ഇൻസ്ട്രക്ടേഴ്സിനെ ആവശ്യമുണ്ട്. ലാബുകളിലെ 3 വർഷത്തെ ലാബ് ഇൻസ്ട്രക്ടർ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഹോസ്റ്റൽ വാർഡന്മാരെ ആവശ്യമുണ്ട്. ഏതാണ്ട് 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ഡിഗ്രിക്കാർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. ഹോസ്റ്റൽ വാർഡനായിട്ടൊരു പ്രവൃത്തി പരിചയമുള്ളവർക്ക് കൂടുതൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വേക്കൻസികൾക്കൊക്കെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ് എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഇമെയിൽ ID ഇട്ടേക്കാം. അതിലേക്ക് നിങ്ങളുടെ റെസ്യൂമേ ഒക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചില മൊബൈൽ നമ്പേഴ്സ്, ചില കോൺടാക്ട് നമ്പേഴ്സ് വിട്ടേക്കാം. ആ കോൺടാക്ട് നമ്പേഴ്സിലും ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡെസിഗ്നേഷനിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തസ്തികയിലൊക്കെ വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കാം. അതിനുശേഷം ഞാൻ തന്നിട്ടുള്ള ഇമെയിൽ ID യിലേക്ക് നിങ്ങളുടെ റെസ്യൂമേ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.